രാമേശ്വരം ക്ഷേത്രത്തിലേക്ക് പോകുന്നവർ ശ്രദ്ധിക്കുക. നമ്മൾ ആ ഒരു പാമ്പൻ പാലമുണ്ട്. ഈ പാമ്പൻ പാലത്തിൻ്റെ മുകളിൽ ആക്ച്വലി കാറൊന്നും പാർക്ക് ചെയ്യാൻ പാടില്ല. അവിടെ പാർക്കിംഗ് എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് കാണില്ല. ഇപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയപ്പോഴും ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തിയായിരുന്നു. ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ പിടിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ മടങ്ങി വരുന്ന സമയത്ത് 2-3 കാറുകൾ അവിടെ പാർക്ക് ചെയ്തിട്ട് അവരിങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു പാലത്തിൻ്റെ മുകളിൽ കൂടി. അപ്പോൾ പോലീസ് വന്നിട്ട് അവിടെ വീല് ലോക്ക് ചെയ്ത് തുടങ്ങി. 2 കാറിനെയും വീലുകൾ ലോക്ക് ചെയ്ത് തുടങ്ങി. പിന്നെ കുറേ മലയാളികൾ ബൈക്കുകാർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്തേക്ക് പോലീസ് പോകുന്നുണ്ടായിരുന്നു. ചാർജ് ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ പയ്യെ സ്ലോ ആയിട്ട് ഇങ്ങനെ പോരായിരുന്നു. ആ സമയത്താണ് കണ്ടത്. അപ്പോൾ അവിടെ പോകുന്നവർ ശ്രദ്ധിക്കുക, നിങ്ങൾ വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും പാലത്തിൻ്റെ മുകളിൽ നിർത്തരുത്. ജസ്റ്റ് നിർത്തുക, ഇറങ്ങുക, വീഡിയോ പിടിക്കുക, അപ്പോൾ തന്നെ പോവുക. പിന്നെ വഴി ബ്ലോക്കാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം പാലം 2 വരിയേ ഉള്ളൂ. അവിടെ കൂടുതൽ വീതിയുള്ള പാലമൊന്നുമല്ല, പണ്ട് നിർമ്മിച്ചേക്കുന്ന പാലമുണ്ട്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ കാറ്റ്, ആ പാലത്തിൻ്റെ മുകളിൽ ഭയങ്കര കാറ്റാണ്. അവിടെ നമ്മൾ വണ്ടി നിർത്തിയിട്ട് മൊബൈലൊക്കെ പിടിച്ച് പുറത്തിറങ്ങാൻ സൂക്ഷിക്കണം. കാരണം മൊബൈൽ പറന്നു പോകാനായിട്ട് കാറ്റടിച്ചിട്ട് കയ്യിൽ നിന്ന് വഴുതി പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ തന്നെ നീങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ അതിൻ്റെ അടുത്തൊന്നും പോയി നിൽക്കരുത്. കുട്ടികളായൊക്കെ ശ്രദ്ധിക്കുക, ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ശ്രദ്ധിക്കുക. അപ്പോൾ അതൊന്നും എനിക്ക് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. കാരണം അത് ഒരു കാറ്റിൻ്റെ ഒരു ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത അത്രയും പവറാണ് കാറ്റിന്. അതിവിടെ ഉള്ള നമ്മുടെ നാട്ടിലുള്ള പോലത്തെ ഒരു കാറ്റല്ല അവിടെ ഉള്ളത്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ബാലൻസ് പെട്ടെന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഈ അവിടെ നിന്ന് പിന്നെ അതിന് സിറ്റിക്കകത്തേക്ക് ചെല്ലുമ്പോൾ 1 വേ സംവിധാനമൊക്കെ ഉണ്ട്. അവിടെ ഇതുപോലെ നോ പാർക്കിംഗ് ഏരിയ ഉണ്ട്. ചില സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല. വണ്ടിയായിട്ട് പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കാനാണ്. നോ പാർക്കിംഗ് ബോർഡ് നമുക്ക് കാണില്ല. അവർ ചെറുതായിട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവുള്ളൂ നോ പാർക്കിംഗ്. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അവരിങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് ബൈക്കിനൊക്കെ ചാർജ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിന് മുമ്പത്തെ പ്രാവശ്യം ഞാൻ പോയപ്പോഴും ഞങ്ങൾക്ക് ചാർജ് കിട്ടിയതായിരുന്നു. നോ പാർക്കിംഗ് ബോർഡ് നമുക്ക് കാണാൻ പാടില്ലാത്ത രീതിയിലാണ് അവർ വെച്ചേക്കണത്. അവരത് ഫൈൻ എഴുതി തന്ന് ഫൈൻ അടച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ അവിടെ ഹോട്ടലുകളൊക്കെ നിങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. ഹോട്ടലുകൾ ഒക്കെ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് പോകാൻ ശ്രമിക്കുക പരമാവധി. ഞങ്ങൾ പോയപ്പോഴവിടെ ഹോട്ടൽ നക്ഷത്ര എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് ഞങ്ങൾ താമസിച്ചത്. ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അവിടെ ചെന്ന് നോക്കിയിട്ടാണ്. കാരണം ഓൺലൈനിലൊക്കെ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ പലപ്പോഴും പറ്റാറുണ്ട്. ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോഴേക്കും ഫോട്ടോ എല്ലാം കാണുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും. പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോഴായിരിക്കും ആ ഹോട്ടൽ തുടങ്ങിയ സമയത്തുള്ള ഫോട്ടോ ആയിക്കോളൂ അതൊക്കെ എടുക്കുന്നത്. വൃത്തി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് പോലെ കുറവാണ്. അത്ര റേറ്റിംഗ് ഒക്കെ നോക്കിയിട്ടാണ് പോകുന്നത്. എന്നിരുന്നാലും ചിലതങ്ങനെ കാണാറുണ്ട്. അതുകൊണ്ട് നോക്കിയിട്ട് ബുക്ക് ചെയ്യുക. അത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഹോട്ടലിൽ കാർ പാർക്കിംഗ് സൗകര്യം ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ വണ്ടിയിലാണ് സ്പേസ് ഉണ്ടായിരുന്നു. അതിന് ഡബിൾ റൂം AC ഉള്ളത് 2200 രൂപയാണ് അവർ വാങ്ങിയത്. ഓൺലൈനിൽ ചിലപ്പോൾ അതിനേക്കാളും റേറ്റ് കുറച്ച് നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. തിരക്കേടില്ല. നക്ഷത്ര എന്നാണ് എൻ്റെ പേര് ഹോട്ടലിലാണ്. ഭക്ഷണമൊന്നുമില്ല, പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ അങ്ങോട്ടേക്ക് പോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജനമായ കുറേ സ്ഥലങ്ങളാണ് വണ്ടി ഓടിച്ച് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഭക്ഷണമോ കാര്യങ്ങളൊക്കെ സമയങ്ങളിൽ എവിടെ നിന്നെങ്കിലും വാങ്ങിയിട്ടോ അല്ലെങ്കിൽ കഴിച്ചിട്ടോ പോകാൻ ശ്രമിക്കുക. കുറേ ഏരിയയിൽ അധികം ഇതൊന്നുമില്ല, കടകളോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഏരിയയിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്, രാമേശ്വരത്തേക്ക് പോകുന്നത്. അപ്പോൾ ഭക്ഷണ സമയമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുഡൊക്കെ ഒന്ന് വാങ്ങിയിട്ട് കൈ പിടിക്കാനോ അല്ലെങ്കിൽ കറക്റ്റ് സമയത്ത് കഴിക്കാനോ ശ്രമിക്കുക. അവിടെ ചെന്നാൽ രാമേശ്വരത്ത് ചെന്നാൽ കുഴപ്പമില്ല, ഇഷ്ടംപോലെ ഹോട്ടൽസ് ഉണ്ട്. അവിടെ ഭക്ഷണം വലിയ മോശമായിട്ട് തോന്നിയില്ല. അമ്പലത്തിനടുത്തും 4-5 ഹോട്ടൽസ് ഉണ്ട്. ഒരു പഞ്ചാബി ധാബയുണ്ട്, അവിടുത്തെ ഫുഡ് കൊള്ളാമെന്ന് തോന്നി. പിന്നെ അമ്പലത്തിനടുത്തും റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, നാടൻ തട്ടുകടകളുണ്ട്, കുഴപ്പമില്ല. അവിടെ പണ്ടത്തെ രാമേശ്വരമൊന്നുമല്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വൃത്തി തീരെ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴൊക്കെ നല്ല വൃത്തിയൊക്കെ എനിക്ക് തോന്നി. കുറച്ചും കൂടി നമ്മുടെ കേരളത്തിലെ ഇവിടുത്തെ ഹോട്ടലിനേക്കാളും വൃത്തിയായിട്ട് ഞങ്ങൾക്ക് തോന്നിയത്. കാരണം അവർ നല്ല ഹൈജീനിക്കായിട്ടൊക്കെ വെച്ചിട്ടുണ്ട്, വൃത്തിയായിട്ടൊക്കെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. കഴിച്ചിട്ടാണെങ്കിലും നമുക്ക് വയറിനും കാര്യത്തിലൊന്നും കുഴപ്പങ്ങളൊന്നും തോന്നിയൊന്നുമില്ല. പിന്നെ വെള്ളം കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കുക. പരമാവധി അവിടുത്തെ വെള്ളം കുറച്ച് കിട്ടുന്ന വെള്ളത്തിന് കുറച്ച് കട്ടിപ്പുണ്ട്, നമ്മുടെ കേരളത്തിലെ വെള്ളം പോലെയല്ല. അപ്പോൾ മാക്സിമം കുറച്ച് വെള്ളമൊക്കെ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്ക് കയ്യിൽ കുപ്പികളിൽ പിടിക്കാവുന്നതാണ്. വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ വണ്ടിക്കകത്ത് വെക്കാം. വെള്ളം കുപ്പികൾ കൊണ്ടുപോകാൻ ശ്രമിക്കാം. അതൊക്കെയാണ് രാമേശ്വരം പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ അവിടെ
കുളിക്കാൻ പോകുന്ന ആൾക്കാർ തീർത്ഥത്തിൽ കുളിക്കാൻ പോകുന്ന ഡ്രസ്സുകളൊക്കെ ആയിട്ട് പോകാൻ ശ്രമിക്കുക. ഒരു ജോഡി ഡ്രസ്സ്, കനം കുറഞ്ഞ ഡ്രസ്സുകൾ, അതായത് നമുക്ക് കുളിച്ചിട്ട് നമ്മൾ ആ വെള്ളത്തോടു കൂടിയിട്ട് നമ്മൾ നടക്കണം. അപ്പോൾ കട്ടിയ വെള്ള വസ്ത്രങ്ങൾ ധരിക്കാതെ കനം കുറഞ്ഞ വസ്ത്രങ്ങൾ, നൈസായിട്ടുള്ള നമ്മൾ ഡെക്കാത്തലോണിൻ്റെയൊക്കെ ഡ്രസ്സുകൾ കിട്ടുമല്ലോ, അതുപോലത്തെ കനം കുറഞ്ഞ ഡ്രസ്സുകൾ, അത്തരം ഡ്രസ്സുകൾ ധരിച്ചിട്ട് പോകാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വലിയ ഈർച്ച തോന്നില്ല. ഷോർട്സോ അല്ലെങ്കിൽ ആണുങ്ങൾക്കാണെങ്കിൽ ഷോർട്സോ അല്ലെങ്കിൽ ബനിയനോ ഒക്കെ ധരിച്ചാലും മതി, കുഴപ്പമില്ല. ഈ നമ്മുടെ കേരളത്തിലെ പോലെ പാൻറ്റ് അങ്ങനെ അല്ലെങ്കിൽ ഇട്ടിട്ട് പോകാൻ പാടില്ല എന്നൊന്നുമില്ല. അങ്ങനത്തെ ഡ്രസ്സുകൾ ഇട്ടിട്ട് നിങ്ങൾ പോകാൻ ശ്രമിക്കുക. വേണമെങ്കിൽ കുളി കഴിഞ്ഞിട്ട് ഡ്രസ്സുകൾ മാറാൻ സ്ഥലം അവിടെ തന്നെ ഉണ്ട്. അതല്ല, നിങ്ങൾക്ക് ഹോട്ടലടുത്താണെങ്കിൽ ഹോട്ടലിൽ വന്നിട്ട് ഡ്രസ്സ് മാറിയിട്ട് കുളിച്ചിട്ട് തിരിച്ച് രണ്ടാമത് പോകാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് അവിടെ ഒരു നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റിയൊരു അഡ്വൈസായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ അവിടെ വേറെ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ബോർഡൊക്കെ കണ്ടായിരുന്നു. പക്ഷേ അങ്ങോട്ടേക്കൊന്നും ഞങ്ങൾ പോയില്ല. അപ്പം സമയം കുറവായിരുന്നു. ഒരു 2 ദിവസത്തെ പ്രോഗ്രാമായിരുന്നു, ടൈറ്റ് പ്രോഗ്രാമായിരുന്നു. മധുരയും കൂടി ഉള്ളതിൻ്റെ പേരിൽ വീഡിയോസും പിടിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഫാസ്റ്റായിട്ട് പോയി വന്നു. അപ്പോൾ ഇതൊക്കെയാണ് രാമേശ്വരം പോകുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ സമയം കിട്ടുന്നവർ അല്ലെങ്കിൽ സൗകര്യപ്പെടുന്നവരൊക്കെ ഒന്ന് പോയിട്ട് വരിക. നന്ദി, നമസ്കാരം.